അങ്ങനെ പറഞ്ഞിട്ട് അച്ഛനും ദേവിയും അകത്തേക്ക് കടന്നുപോയി. പിറ്റേ ദിവസം നേരം വെളുത്ത് അമ്മ അതേപോലെ തന്നെ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് എടുത്തുകൊണ്ട് ഇരിക്കുന്നു. അപ്പോഴത്തേക്ക് അച്ഛനും അച്ഛൻ്റെ കാമുകിയും കൂടെ കുളിച്ചൊരുങ്ങി രണ്ടാളും വേഗം പുറത്തേക്ക് പോയി. ഓലിക്ക് പണിയൊന്നുമില്ലല്ലോ, അമ്മയ്ക്കല്ലേ വീട്ടിൽ പണി. അപ്പോൾ അമ്മ പണിയെല്ലാം കഴിച്ചിട്ട് അമ്മയും പണിക്ക് പോയി. പിന്നെ സെൽവി മാത്രമല്ലേ അവിടെ ഉള്ളൂ. നാളെ സെൽവിയുടെ പിറന്നാളല്ലേ. എന്നിട്ട് പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് വരണ്ടേ. അപ്പോൾ പിറന്നാളിന് എന്തെങ്കിലും വാങ്ങണ്ടേ ആവുന്ന പോലെ. അച്ഛൻ കാമുകിയും കൂട്ടി ഡ്രസ്സ് വാങ്ങാൻ പോയി. ഓരോരോ പീടികയിലും കയറിയിട്ട് സെൽവിക്ക് പട്ട് പാവാടയും കുപ്പായവും ആ ഡ്രസ്സിന് മേച്ചായിട്ട് വളയും മുല്ലപ്പൂവും പാവയും ചെരുപ്പും എന്തെല്ലോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ഓരോരോ പീടിക കയറിയിട്ട്. പക്ഷേ കുട്ടിക്ക് സാധനം വാങ്ങാൻ പോകുമ്പോൾ അമ്മയല്ലേ ഒരുമിച്ച് വേണ്ടത്. ഇത് അമ്മയല്ല, കാമുകിയാണ് കൂടെ ഉള്ളത്. പക്ഷേ ഓക്കത് ഇഷ്ടപ്പെടുന്നില്ല. അച്ഛൻ്റെ മനസ്സിൽ അങ്ങനെയല്ല, പക്ഷെ ആ പെണ്ണുങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഇത് ആവശ്യമില്ലാണ്ട് പൈസ അങ്ങനെ ദൂത്തരിക്കുന്നു എന്തിനാ എന്ന് പറഞ്ഞ് അച്ഛൻ അങ്ങനെ 2 ജോഡി ഡ്രസ്സ് എടുത്ത്, ഒരു പട്ടുപാവാടയും എടുത്തിട്ടുണ്ട്, ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു ഉടുപ്പും വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് കൗണ്ടറിൽ പോയിട്ട് പൈസ കൊടുക്കുമ്പോൾ അന്നേരം ദേവീൻ്റെ മുഖം ചുരുങ്ങി നമ്മളെ കാറ്റ് പോയ ബലൂൺ ഉണ്ടാവൂലേ, അതുപോലെ ചുരുങ്ങിപ്പോയി, ചെറുതായിപ്പോയി. എന്നിട്ട് ഇവർ പണിയും കഴിഞ്ഞിട്ട് കുറേ പിടിയിലൊക്കെ കയറി ഇറങ്ങിയതല്ലേ. അന്നേരം ഭയങ്കര ദാഹം. അന്നേരം അച്ഛൻ പറഞ്ഞ് നല്ല ദാഹമുണ്ടല്ലേ എന്ന് ദേവീനോട് പറഞ്ഞ്. ദേവി പറഞ്ഞ് ആ ചേട്ടാ ദാഹിക്കുന്നുണ്ട് എന്ന് ഓളും പറഞ്ഞ്. എന്നിട്ടേ ലേശം അങ്ങോട്ട് പോയിട്ട് ഒരു ജ്യൂസിൻ്റെ ഒരു പീടിയുണ്ട്. അച്ഛനും ദേവിയും അവിടെ പോയിട്ട് 2 ജ്യൂസ് വേണം ഉറുമാമ്പളത്തിൻ്റെ എന്ന് പറഞ്ഞ് അച്ഛൻ ഓർഡർ ചെയ്തു. അപ്പോഴത്തേക്ക് അവിടുത്തെ കസാലയിൽ 2 ആളും ഇരുന്ന്. ഇവള് മുഖം ഇങ്ങനെ വാടിയത് കണ്ടിട്ട് അച്ഛൻ ചോദിച്ചു അങ്ങോട്ട്, എന്താ ദേവി നീ വല്ലാണ്ടിരിക്കുന്നത്, സുഖമില്ലേ, തലവേദനയാവുന്നുണ്ടോ എന്ന് അച്ഛൻ അങ്ങോട്ട് ചോദിച്ചു. അതിന് ദേവി ഒന്നും പറഞ്ഞില്ല. ഇല്ല ചേട്ടാ, ഒന്നുമില്ല, വെറുതെയാ എന്ന് പറഞ്ഞ്. അതിന് അച്ഛൻ ഇങ്ങോട്ട് മറുപടി പറഞ്ഞ്, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ, ഞാനിപ്പോൾ 1 കൊല്ലമായിട്ടില്ല എന്നെ കാണുന്നു ഞാൻ എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് ജ്യൂസ് വന്ന്, പിന്നെ സംസാരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ 2 ആളും കൂടി ജ്യൂസും കുടിച്ച് പൈസ കൊടുത്തിട്ട് ബസ്സിലേക്ക് കയറി വീട്ടിൽ വന്ന്. വീട്ടിൽ വരുമ്പോൾ സെൽവിയുണ്ട് കൂട്ടുകാരീൻ്റെ കൂടെ കളിക്കുന്നു. അച്ഛൻ വന്ന് നോക്കിയിട്ട് വിളിച്ച്, സെൽവി എന്ന് വിളിച്ച്. അപ്പാടും കുട്ടി പെട്ടെന്ന് അങ്ങനെ തിരിഞ്ഞു നോക്കി. ഒരിക്കലും അങ്ങനെ കുറേ ആയില്ലേ ഈ ദേവി വന്നേരം അങ്ങനത്തെ വിളിയൊന്നും ഇല്ലാലോ, സംസാരിക്കലില്ലാലോ. അച്ഛൻ ആദ്യമായിട്ട് വിളിച്ചതല്ലേ. എന്നിട്ട് കുട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കി അമ്പരന്ന് നിൽക്കുന്നവിടെ. അന്നേരം കുട്ടീൻ്റെ കണ്ണിൽ ഓല് കൊണ്ടുവന്ന ഗിഫ്റ്റും ഡ്രസ്സും പാവയും ഒന്നും കാണുന്നില്ല വലുതായിട്ട്. അച്ഛൻ സെൽവീന്ന് വിളിച്ചില്ലേ, ആ വാക്ക്, ആ സ്നേഹമാണ് കുട്ടിക്ക്
വലുതായി കണ്ടത്. തിരിഞ്ഞിങ്ങനെ നിൽക്കുന്നു ദയിച്ചേൻ്റെ തൊട്ട്. അന്നേരം അച്ഛൻ പറഞ്ഞു, എന്താ, ഞാൻ വിളിക്കുന്നുണ്ട്, ചവിട്ട് കിടക്കുന്നില്ലേ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ്. പിന്നെ കുട്ടി വന്ന്, എന്താ അച്ഛാ എന്ന് ചോദിച്ച്. നാളെ നിൻ്റെ പിറന്നാളല്ലേ, അച്ഛൻ നിനക്ക് വേണ്ടുന്നതൊക്കെ ഡ്രസ്സും പാവക്കുട്ടിയും മുല്ലപ്പൂവും വളയും മാലയും എല്ലാം അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ പോയി അകത്ത് കൊണ്ടാച്ചിട്ട് നീ നോക്കിക്കോ, നിനക്ക് ഇഷ്ടമായോന്ന് എന്ന് അച്ഛൻ പറഞ്ഞ്. എന്നിട്ട് ചെറിയ കുട്ടിയല്ലേ, അന്നത്തെ കാലമല്ലേ, അപ്പാടെ വേഗം വാങ്ങി ഓടിപ്പോയി എല്ലാം കെട്ടെല്ലാം പൊട്ടിച്ച് നോക്കി. കുട്ടിക്ക് നല്ലോണം ഇഷ്ടമായി. അന്നേരം പുറത്ത് വന്നിട്ട് പറഞ്ഞ്, അച്ഛാ എനിക്ക് വലിയ ഇഷ്ടമായി, എല്ലാം നല്ല രസമുണ്ട് അച്ഛാ എന്ന് കുട്ടി അച്ഛനോട് പറഞ്ഞ്. അതിന് അച്ഛൻ ഇങ്ങോട്ട് ചോദിച്ച്, നീ ഹാപ്പിയല്ലേ, നീ സന്തോഷമായിട്ടിരിക്കുന്നില്ലേ എന്ന് പറഞ്ഞ്. എനിക്കിഷ്ടമായല്ലോ എന്ന് പറഞ്ഞ്. അച്ഛാ എനിക്ക് വളരെ ഇഷ്ടമായി അച്ഛാ എന്ന് പറഞ്ഞ്. എനിക്കത് കേട്ടാൽ മതി, നീ സന്തോഷമായിട്ട് നിന്നാൽ എനിക്ക് അച്ഛൻ അത് മതി, അത് കേട്ടാൽ മതി എന്ന് പറഞ്ഞ്. പക്ഷേ അച്ഛന് അത് കേട്ടാൽ മതി, അച്ഛൻ്റെ കൂടെയുള്ള ആൾക്ക് അത് കേട്ടിട്ട് ഇഷ്ടമാവുന്നില്ല, ദേഷ്യമാണ് വരുന്നത്. എന്നിട്ട് ലേശം ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞേരെ കാണുന്ന അമ്മ പണിയും കഴിഞ്ഞ് അമ്മ വരുന്നു. ഇതേപോലെ തന്നെ അമ്മയും വാങ്ങിക്കൊണ്ട് വരുന്നു. അച്ഛൻ വാങ്ങിയ അതേപോലത്തെ സാധനങ്ങൾ അമ്മയും കൊണ്ടുവരുന്നു. പക്ഷേ അച്ഛൻ കൊണ്ടുവന്നതിൽ ഒരു ഉടുപ്പ് കൂടുതൽ, ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവനും അമ്മയും കൊണ്ടുവന്ന്. അന്നേരം അമ്മ കൊണ്ടുവന്നിട്ട് കുട്ടീൻ്റെ അടുത്ത് കൊടുത്ത്, ഇതാ സെൽവി, ഇതാ നീ ഇത് നോക്ക്, നാളെ നിൻ്റെ പിറന്നാളല്ലേ, എനിക്ക് അമ്മ ഉടുപ്പെല്ലാം വാങ്ങിച്ചിട്ട് എനിക്ക് വേണ്ടുന്ന പാവയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. കുട്ടി അത് നോക്കി, ഇതെനിക്കിഷ്ടമായോ എന്ന് അമ്മ ചോദിച്ചു. നല്ല രസമുണ്ട് അമ്മേ, എനിക്കിഷ്ടമായിന് എന്ന് സെൽവി അങ്ങോട്ട് പറഞ്ഞു. അന്നേരം ഇത് കേട്ടിട്ട് ദേവിക്ക് എന്തെന്നാ ചെയ്യേണ്ടത്, എന്തെന്നാ പറയേണ്ടതെന്ന് ഓക്ക് ഒന്നും തിരിയുന്നില്ല. ഓക്ക് ദേഷ്യം അങ്ങറ്റോളം ദേഷ്യമായിട്ട് ഓളതങ്ങനെ കടിച്ച് പിടിച്ച് അവിടെ നിൽക്കുക. അന്നേരം അച്ഛൻ കോലായിലിങ്ങനെ കസാലയിലിരിക്കുന്നുണ്ട്, ദേവി ഒരു കസാലയിലിരിക്കുന്നുണ്ട്. അന്നേരം അച്ഛനോട് ദേവി ഇങ്ങനെ പതുക്കെ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ്, ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾ ഇത്രയും പൈസ ചിലവാക്കി ഡ്രസ്സും പാവയും ചെരുപ്പുകളും ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം വാങ്ങിയില്ലേ എന്ന് പറഞ്ഞ്. അത് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു, നിർത്ത്, എന്ത് ആവശ്യമില്ലാത്ത സാധനം ഞാൻ വാങ്ങിയത്, നീ അത് കണ്ടുപിടിച്ച എന്ന് പറഞ്ഞ്. ഇല്ല ഏട്ടാ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ഇപ്പോൾ ഈ ചെരുപ്പുകളും പാവയൊക്കെ വേണ്ടല്ലോ, ഒറ്റൊരു ഉടുപ്പ് മാത്രം എടുത്താൽ പോരെ, ഇത്രയും പൈസ പോയിട്ടുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ്. എത്രയും പൈസ പോയി എന്ന് പറഞ്ഞ്. ഒരു കുട്ടിയല്ലേ ഉള്ളൂ, ചേച്ചിയും വരുമ്പോൾ ചേട്ടൻ വാങ്ങിയ പോലെ തന്നെ സാധനങ്ങൾ കൊണ്ടുവന്നില്ലേ, അന്നേരം ചേട്ടൻ വാങ്ങിയ സാധനങ്ങളൊക്കെ വെറുതെ ആയി പോവില്ലേ എന്ന് ദേവി പറഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞു, അതെങ്ങനെയാണ് വെറുതെ ആയി പോകുന്നത്, കുട്ടിക്ക് വാങ്ങിയതല്ലേ, അതെങ്ങനെ വെറുതെ ആവും എന്ന് പറഞ്ഞു. ഇല്ല ചേട്ടാ, വലിയ പൈസ പോയില്ലേ എന്ന് പറഞ്ഞ്. നീ എന്താ വലിയ പൈസ എന്ന് പറയുന്നത്, ഇതെന്താ 1 കോടി കൊടുത്തിട്ട് വാങ്ങിയതാ, എൻ്റെ കുട്ടിയല്ലത്, ഞാനൊരു അച്ഛനല്ലേ, ഒരു പിറന്നാളിന് ഒരു ഡ്രസ്സ് പോലും വാങ്ങി കൊടുത്തില്ലെങ്കിൽ ഞാൻ അച്ഛനായിട്ട് എന്തിനാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് എന്ന് അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാം അമ്മ വന്നിട്ടല്ലേ വീട്ടിലെ പണിയെല്ലാം ചോറും കറിയെല്ലാം ആക്കും, എല്ലാം ഇലാക്കി സെൽവിയും അമ്മയും അച്ഛനും കോമയും എല്ലാവരും കഴിച്ച് അവരവരെ കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് കിടന്ന് നേരം വെളുത്ത് രാവിലെ കാണുമ്പോൾ
അമ്മ എണീച്ച് ചൂടുവെള്ളം കാച്ചി കുളിച്ച് അമ്പലത്തിലേക്ക്. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.